ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, എന്താണ് ഹൃദയത്തിലെ ചിന്തകൾ അല്ലെങ്കിൽ നിരൂപണങ്ങൾ? നമ്മുടെ സ്വയം സംസാരം. നാം പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന സംസാരങ്ങൾ അത് ആർക്ക് മനസ്സിലാക്കാനാകും? അതെല്ലാം മനസ്സിലാക്കാൻ നമ്മുടെ അടുത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് അറിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താണ്? നാം പലപ്പോഴും പലതരം മുഖംമൂടികൾ പല സമയത്തേക്കായി കരുതി വയ്ക്കുന്നു. ബൈബിളിൽ മനുഷ്യഹൃദയത്തെക്കുറിച്ച് ഒരു പരാമർശം ഉൽപ്പത്തി 6:5 കാണുന്നുണ്ട്. കേൾക്കൂ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളുടെ ഓരോ നിരൂപണവും ദുഷ്ടമാണെന്നും യഹോവ കണ്ടു. എല്ലാ നിരൂപണങ്ങളും കൂടെയുള്ളവർ അറിയുന്നില്ലെങ്കിലും ദൈവം അറിയുന്നുണ്ട്. കപടതയുള്ള പ്രവൃത്തി ദൈവത്തിനറിയാം. ജെറമ്യാവ് 17:10 കേൾക്കൂ. യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ഈ വാക്യങ്ങളിൽ നിന്നും ദൈവം നമ്മുടെ ചിന്തയെയും പ്രവൃത്തിയെയും കണക്കിടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു നല്ല പ്രവൃത്തി നല്ല ചിന്തയിൽ നിന്നാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. പക്ഷെ ഒരു നല്ല പ്രവൃത്തി മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യുന്നത് മറ്റു വല്ല ദുരുദ്ദേശത്താലുമാണെങ്കിൽ അത് മനസ്സിലാക്കാൻ ദൈവമുണ്ട്. ഹൃദയത്തിൻ്റെ ചിന്തകളെയും ഉദ്ദേശങ്ങളെയും കുറിച്ച് യേശുവും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാർക്കോസ് 7:21-23 വരെ ശ്രദ്ധിക്കൂ. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കാമം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. യോഹന്നാൻ 2:25 പറയുന്നത് മനുഷ്യനിലുള്ളത് എന്തെന്ന് ഗ്രഹിച്ചിരുന്നതിനാൽ മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തിന് ആരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല എന്നാണ്. ഈ വാക്യങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ ഹൃദയം അശുദ്ധമാക്കാനുള്ള കാരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ശക്തമായ പ്രലോഭനങ്ങളിൽ പോലും പതറാതെ നിൽക്കത്തക്ക വിധം യേശുവിൻ്റെ ഹൃദയം നിർമ്മലമായിരുന്നു. ചിന്തകളിലും ഉദ്ദേശങ്ങളിലും യേശു പാപം ചെയ്തില്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പിശാച് അവന് വാഗ്ദാനം ചെയ്തപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അത് എതിർക്കുവാൻ സാധിച്ചത് അത്രമേൽ ശുദ്ധമായ ഹൃദയം പിതാവായ ദൈവത്തിങ്കൽ ഉറപ്പിച്ചിരുന്നത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലും തോറും തെറ്റായ നിരൂപണങ്ങൾ കൂടിക്കൂടി വരും. നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ ചിലപ്പോൾ കാര്യമാക്കാറില്ല. നാം അതൊന്നും മറ്റുള്ളവർ കേൾക്കെ പറയുന്നില്ലല്ലോ എന്നൊരു ന്യായവാദം ഇതിനായി നമുക്കുണ്ടാകും. അത് ശരി തന്നെ. പക്ഷേ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളിലും ഉദ്ദേശങ്ങളിലും തൽപരനാണ്. അവൻ നമ്മുടെ നിത്യവിധിയെയും സ്വർഗത്തിലെ നമ്മുടെ പ്രതിഫലത്തെയും ഈ ജീവിതത്തിലെ നമ്മുടെ സന്തോഷത്തിൻ്റെ അളവിനെയും നിർണ്ണയിക്കാൻ കഴിയുന്ന പ്രധാന കാര്യങ്ങളാണെന്ന് റോമർ 2:15-16 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നാം പുറമെ മറ്റുള്ളവർ കാണാനായി ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഹൃദയം നിർമ്മലമാക്കാനാകുമോ? സങ്കീർത്തനം 51:10 ദാവീദ് ഇങ്ങനെ പറയുന്നു: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. പരിശുദ്ധനായ ദൈവത്തോട് അടുക്കണമെങ്കിൽ ശുദ്ധമായ ഹൃദയം കൂടിയേ തീരൂ. 1 ശമൂവേൽ 16:7 കേൾക്കൂ. യഹോവ ശമൂവേലിനോട്: അവൻ്റെ ശാരീരിക രൂപമോ ഉയരമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ പുറമെ കാണുന്നത് പോലെ നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവമാണ് നമ്മുടേത്. അതിനാൽ പ്രവൃത്തികളിൽ കൂടി മാത്രമല്ല, ചിന്തകളിൽ കൂടിയും പാപമുണ്ടാകും. ദൈവത്തിന് നമ്മുടെ ചിന്തകൾ വായിക്കാനാകുമെന്നാണ് പല കോണുകളിൽ നിന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം 139:2, വെളിപാട് 2:23 വായിച്ചു നോക്കുക. കപടമായി ചെയ്യുന്ന പ്രവൃത്തികൾ തിരിച്ചറിയാനാകും. യേശുവിന് പരീശന്മാരുടെ കപടത മനസ്സിലായല്ലോ. സങ്കീർത്തനം 19:14 ദാവീദ് പ്രാർത്ഥിക്കുന്ന പോലെ നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം: എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. നമ്മുടെ ചിന്ത എന്തായിരിക്കണമെന്ന് ഫിലിപ്പിയർ 4:8 പറയുന്നുണ്ട്. കേൾക്കൂ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും മാന്യമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും ഹൃദ്യമായതൊക്കെയും
സൽകീർത്തിയായതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. അങ്ങനെ നല്ലത് മാത്രം ചിന്തിക്കാൻ ഏവർക്കും ഇടവരട്ടെ. ചിന്തകളാൽ നാം പാപികളാവാതിരിക്കട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.